സ്വർണമണിയാത്ത മലയാളിയോ? വെട്ടിത്തിളങ്ങി പൊൻവില, നെഞ്ചിടിപ്പോടെ ഉപഭോക്താക്കൾ. താഴ്ന്നുമുയർന്നും സ്വർണവിലയങ്ങനെ കുതിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ മുതൽ മുടക്കാനുള്ള പ്രവണത മലയാളികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യവും നിലവിലുണ്ട്. മറിച്ച് ഉയർന്ന സ്വർണവില സാധാരണക്കാരനെ വലയ്ക്കുന്നുമുണ്ട്. ഇന്ന് സ്വർണവില അറിയാൻ താല്പര്യമില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കല്യാണമാകട്ടെ, കല്യാണ നിശ്ചയമാകട്ടെ, എന്തിന് കുഞ്ഞുങ്ങളുടെ പേരിടികൾ ചടങ്ങാകട്ടെ, ജന്മദിനമാകട്ടെ, ഏതൊരാഘോഷമാണെങ്കിലും ഒരു തരി പൊന്നെങ്കിലും വാങ്ങിയില്ലെങ്കിൽ മലയാളികൾക്ക് അതിലൊരു സംതൃപ്തിയുണ്ടാകില്ല. ഓണമായാലും അക്ഷയതൃതിയായാലും ആഘോഷം എന്തായാലും ജ്വല്ലറി ബിസിനസ്സുകാർക്കും അതൊരു ചാകര തന്നെയാണ്. മലയാളികളുടെ സ്വർണ്ണപ്രേമം അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അണിഞ്ഞു നടക്കുന്നതിനപ്പുറം ഒരു ആസ്തിയായി സ്വർണത്തെ കാണുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണവില വർദ്ധിച്ചു വരുന്നതും ആളുകൾ നോക്കിക്കാണുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 160 രൂപയാണ് വർദ്ധിച്ചത്. 72,160 രൂപയാണ് ഇന്നത്തെ ഒരു പവന്റെ നിരക്ക്. ഗ്രാമിന് 20 രൂപ കൂടി 9,020 രൂപയിലെത്തി. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7,395 രൂപയായി. വെള്ളിയുടെ വില 116 എന്ന നിരക്കിൽ തുടരുകയാണ്. രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $3,320 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3,300 നിന്ന് താഴേക്ക് വീണിരുന്നു. ഡോളർ മൂല്യം കുറഞ്ഞു വരുന്നതാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഉയർന്നുണ്ട്. ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടിയേക്കും. അതായത് വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ ജ്വല്ലറികളിൽ മുൻകൂർ ബുക്കിംഗ് ചെയ്യുന്നവരും സജീവമായിട്ടുണ്ട്. സ്വർണ്ണവില അടിക്കടി ഉയർന്നു തുടങ്ങിയതോടെ പലരും മുൻകൂർ ബുക്കിംഗിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് വ്യാപാരികളും പറയുന്നത്. ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് പിന്നീട് സ്വർണം വാങ്ങാൻ പറ്റുമെന്നതാണ് ഇതിന്റെ നേട്ടം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.